ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണേ സുധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിः സഹ കലോ നഷ്ടദൃശാമേഷ പുരാണ ആർക്കോ അധനോദിത. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു. ഇന്നലെ 12ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പഠിച്ചത്. 19ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. യുധിഷ്ഠിര മഹാരാജാവ് ബ്രാഹ്മണരോട് ചോദിക്കുന്നു, പരീക്ഷത്തിനെ കുറിച്ച് ചോദിക്കുന്നു. എങ്ങനെയായിരിക്കും പരീക്ഷിത്ത്? അതായത് സർവഗുണസമ്പന്നനായിരിക്കുമോ? അതേപോലെ തന്നെ ഞങ്ങളുടെ പരമ്പരയിൽ, ഈ യുധിഷ്ഠിര മഹാരാജാവിന്റെ പരമ്പരയിൽ ആ ഗുണങ്ങളെല്ലാം ഉള്ള, ആ പരമ്പരയിൽ മുന്നോട്ട് പോവാൻ യോഗ്യതയുള്ള രാജാവ് തന്നെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം ഇവിടെ ബ്രാഹ്മണര് പറയുകയാണ് ചെയ്യുന്നത്. ശ്ലോകം 19 മുതൽ നമ്മൾ കാണുന്നു. നോക്കാം. ബ്രാഹ്മണ ഊച്ചുഹു പാർത്ഥ പ്രജാപിതാ സാക്ഷാത് ഇക്ഷ്വാകുരിവ മാനവഃ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശരഥീര്യത. പാർത്ഥ പ്രജാപിതാ സാക്ഷാത് ഇക്ഷ്വാകുരിവ മാനവഃ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദശരഥീര്യത. പാർത്ഥ പ്രജാപിതാ സാക്ഷാത് ഇക്ഷ്വാകുരിവ മാനവഃ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദശരഥീര്യത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രാഹ്മണ ഊച്ചു പാർത്ഥ പ്രജാപിതാ സാക്ഷാത് ഇക്ഷ്വാകുരിവ മാനവ ബ്രഹ്മണ്യാ സത്യസന്ധശ്ച രാമോ ദാശരഥീയത. വിവർത്തനം ഭാവാർത്ഥം ശ്രീരാ പ്രഭുപാദ് കി ജയ്. പണ്ഡിത ബ്രാഹ്മണർ പറഞ്ഞു, അല്ലയോ പ്രജാപുത്ര, ഈ ശിശു പ്രജാപരിപാലനത്തിൽ മനുപുത്രനായ മഹാരാജാവ് ഇക്ഷ്വാകുവിനെ പോലെയും ബ്രാഹ്മണീയ തത്വങ്ങൾ അനുവർത്തിക്കുന്നതിൽ വിശേഷിച്ചും സത്യസന്ധതയിൽ ദാശരഥ മഹാരാജാവിന്റെ പുത്രനായ പരമ ദിവ്യോത്തമ പുരുഷൻ ശ്രീരാമനെ പോലെയും ഇരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ബ്രാഹ്മണർ പറയുന്നു പരീക്ഷിത് മഹാരാജാവിന്റെ ക്വാളിറ്റീസ്, ഗുണങ്ങളാണ് പറയുന്നത്. എല്ലാവരെയും പരിപാലിക്കുന്ന കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ പറയുന്നു പാർത്ഥ പ്രജാവിത സാക്ഷാത്. പ്രജാവിത, അവിത എന്ന് പറയുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക, പരിപാലിക്കുക. ആരെ പോലെയാണ്? ഇക്ഷ്വാകു മഹാരാജാവിനെ പോലെ. ഇക്ഷ്വാകു ആരാണ്? മനുവിന്റെ, സ്വയംഭൂ മനുവിന്റെ പുത്രനാണോ? അതോ? ഹരേ കൃഷ്ണ. മനുവിന്റെ പുത്രനാണ്. ഏത് മനുവിന്റെ പുത്രനാണ്? മനുസ്മൃതിയിലെ ഹരേ കൃഷ്ണ. യെസ്. ഏതാണ് ശ്ലോകം ഭഗവത്ഗീതയിൽ? ഇദം വിവസ്വതേ പ്രോക്തവാനമഹ മനുവേ. മുഴുവനും വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം ഓക്കെ. വിവസ്വാൻ മനവേ. വിവസ്വാൻ എന്ന് പറയുന്ന വിവസ്വാൻ വൈവസ്വത മനുവിന്റെ
പുത്രനാണ് ഇക്ഷ്വാകു മഹാരാജാവ്. ഇവിടെ പറയുന്നു, അപ്പോൾ എല്ലാവരെയും പരിപാലിക്കുന്ന കാര്യം, മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം, അതായത് ഇക്ഷ്വാകു മഹാരാജാവ് സാധാരണ ഒരു രാജാവല്ല. അദ്ദേഹം വളരെ ശ്രേഷ്ഠനായിട്ടുള്ള പരിശുദ്ധ ഭക്തൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ക്വാളിറ്റീസും പരീക്ഷത്തിനുണ്ടാവും എന്നാണ് പറയുന്നത്. അതേപോലെ ബ്രാഹ്മണ, ഇവിടെ രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? ബ്രഹ്മണ്യ സത്യസന്ധശ്ച, അതായത് എല്ലാ ബ്രാഹ്മണരെയും ബഹുമാനിക്കുന്ന കാര്യവും അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്ന കാര്യവുമാണെങ്കിലും അവരെ ഫോളോ ചെയ്യുന്ന കാര്യമാണെങ്കിലും സത്യസന്ധ എന്താണെന്ന് നമുക്കറിയാം. അതായത് എന്തെങ്കിലും ഒരു വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു പ്രോമിസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം പാലിച്ചിരിക്കും. ഈ ക്വാളിറ്റീസ് എല്ലാം, ഇതെല്ലാം ഒരു രാജാവിന് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. അല്ലെങ്കിൽ ഇത് വലിയൊരു, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പരിശുദ്ധ മഹാരാജാവിനെ പോലെ ലോകം മുഴുവനും ഭരിക്കാൻ പോകുന്ന പരിശുദ്ധ മഹാരാജാവിന് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ രാജാവിന് ആ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഏറ്റവും നല്ല രാജാവ് തന്നെയായിരിക്കും. കാരണം എല്ലാവരെയും ഒരേപോലെ എല്ലാവരെയും പരിപാലിക്കുന്നു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, മറ്റുള്ള രാജാക്കന്മാർക്ക് ഒരു ഉദാഹരണമായി മാറുന്നു, ഒരു എക്സാമ്പിളായി മാറുന്നു. ഇവിടെ പറയുന്നു ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ബ്രാഹ്മണര് ഫോളോ ചെയ്യുന്ന കാര്യം, അവർ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ആ കാര്യം, ബ്രാഹ്മണർ എപ്പോഴും ക്ഷത്രിയരെ അവരെ അഡ്വൈസ് കൊടുക്കുന്നവരാണ്, അല്ലെ? നമുക്കറിയാം ഈ വർണ്ണങ്ങളിൽ ബ്രാഹ്മണർ, ക്ഷത്രിയര് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണര് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടാവും എപ്പോഴും രാജാവിന്റെ കൂടെ, അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി, ശാസ്ത്രങ്ങൾ അനുസരിച്ച്. കേട്ടിട്ടുണ്ടാവും ഒരു ബ്രാഹ്മണൻ എപ്പോഴും, പല എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് ശാസ്ത്രങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. കുലബ്രാഹ്മണനെന്നോ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. അവരാണ് ഗൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവരുടെ ഗൈഡൻസ് അനുസരിച്ചിട്ടാണ് രാജാവ് ഭരിക്കുന്നത്. ഇവിടെ പറയുന്നു, അപ്പോൾ ബ്രാഹ്മണര് പറയുന്നത് പോലെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ആരെ പോലെ? ശ്രീരാമനെ പോലെ, ശ്രീരാമചന്ദ്ര ഭഗവാനെ പോലെ. രാമോ ദശരഥീര്യത, ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ പോലെ. അതേപോലെ സത്യസന്ധത, എന്തെങ്കിലും ഒരു പ്രോമിസ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും, അതിന് വ്യത്യാസമൊന്നുമില്ല. വളരെ അപ്പോൾ ഇതെല്ലാം, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് എല്ലാം ശ്രീരാമചന്ദ്ര ഭഗവാന് ഉള്ളതാണ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം സാധാരണ ഒരു രാജാവ് എന്നുള്ള രീതിയിലല്ല. പക്ഷെ നമുക്കറിയാം, രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമൻ, അദ്ദേഹം ഒരു നരപതി ലീലയാണ് ചെയ്യുന്നത്. ഒരു നരനെ പോലെ, ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും, അദ്ദേഹത്തിന്റെ ലീലയും അങ്ങനെയാണ്. അപ്പോൾ ഈ ക്വാളിറ്റീസ്, ഭഗവാനില്ലാത്ത ക്വാളിറ്റീസ് ഒന്നുമില്ല. എന്നാൽ എടുത്തു പറയുന്നു, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ലീലയിൽ നമുക്കറിയാം, രാമായണത്തിൽ നമ്മൾ കാണുന്നു അദ്ദേഹം എങ്ങനെയാണ് ബ്രാഹ്മണരെ ആദരിച്ചിരുന്നത്, അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ പ്രതിജ്ഞകളൊക്കെ അദ്ദേഹം പാലിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം, ഈ ഗുണങ്ങളെല്ലാം പരീക്ഷത്തിനും ഉണ്ടാവും എന്നാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പൊ രണ്ട് വ്യക്തികളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന് ശ്രീരാമചന്ദ്രനായിട്ടും, രണ്ട് ഇക്ഷ്വാക്കുവായിട്ടും. ഇക്ഷ്വാക്കുവിനെ പറയുന്നത് എല്ലാവരെയും പരിപാലിക്കുന്നത്, ഇക്ഷ്വാക്കുവിനെ പോലെ എല്ലാവരും പരിപാലിക്കും ഇദ്ദേഹം പരീക്ഷത്ത്. അതേപോലെ ബ്രാഹ്മണരെ എല്ലാവരും ബഹുമാനിക്കുന്നു, സത്യത്തെ നിലനിർത്തുന്നു അല്ലെങ്കിൽ പാലിക്കുന്നു. ഇതെല്ലാം ശ്രീരാമനെ പോലെ ആയിരിക്കും എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നു. ശ്രീല പ്രഭുപാദ്ജി ഭാവാർത്ഥത്തിൽ പറയുന്നു, പ്രജ എന്ന് പറയുമ്പോൾ ആരൊക്കെ, എല്ലാ ജീവജാലങ്ങളും അതിൽ വരുന്നു, ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും. അപ്പോൾ മനുഷ്യർ എന്നുള്ളത് മാത്രമല്ല, അതിൽ മൃഗങ്ങളും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ പ്രജകളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്, മനുഷ്യർ മാത്രമല്ല. പിന്നീട് പറയുന്നു പ്രഭുപാദ, ഈ ഒരു ലോകത്തിൽ ജനിക്കുന്ന ജീവജാലങ്ങൾ വരുന്നു, അല്ലെ? ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ അനുസരിച്ച് പല ആളുകൾക്കും, പല ജീവജാലങ്ങൾക്കും അതനുസരിച്ചിട്ടുള്ള
ശരീരം കിട്ടുന്നു. അങ്ങനെ അവരുടെ കർമ്മവും അനുസരിച്ച് പല 84 ലക്ഷം യോനികളിൽ അവർ ജനിക്കുന്നു എന്നുള്ളത് പ്രഭുപാദ് പറയുന്നു. അങ്ങനെ അപ്പോൾ പല ശരീരമായിരിക്കും, ചിലപ്പോൾ മനുഷ്യ ശരീരമായിരിക്കാം, ചിലപ്പോൾ മൃഗങ്ങളുടെ ശരീരമായിരിക്കാം. എന്താണെങ്കിലും ഒരു രാജാവിന്റെ ഉത്തരവാദിത്വമാണ് എല്ലാ പ്രജകളെയും ഒരേപോലെ പരിപാലിക്കണം എന്നുള്ളത്. ആ ഒരു കാര്യം പ്രഭുപാദ്ജി ഇവിടെ പറയുന്നു. പരീക്ഷിത് മഹാരാജാവിനെ പോലുള്ള പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവ് തന്നെയാണ്. പിന്നീട് പ്രഭുപാദ് ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രജകളെ സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അവര് നല്ല രീതിയിൽ അവരെ ഇവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ അവരെ ആത്മീയപാതയിൽ മുന്നോട്ട് കൊണ്ടുവരാനും അവസാനം അവർക്ക് മുക്തിയിലേക്കുള്ള വഴി നയിക്കണം. അത് രാജാവിന്റെ ഉത്തരവാദിത്വമാണ്. അത് എല്ലാ രാജാക്കന്മാരും ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവും പരീക്ഷിത് മഹാരാജാവും ഇക്ഷ്വാകു ഇങ്ങനെയുള്ള രാജാക്കന്മാർ എല്ലാവരും തന്നെ അവര് പരിശുദ്ധ ഭക്തരായതുകൊണ്ട് അവര് നല്ലൊരു ഉദാഹരണമാണ് എല്ലാവർക്കും. എല്ലാവരെയും സംരക്ഷിക്കുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് ശരീരത്തെ സംരക്ഷിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ പരിപാലിക്കുന്ന കാര്യമോ മാത്രമല്ല, ആത്മീയ തലത്തിലും അവരുടെ സംരക്ഷണം ഉണ്ട് എന്നുള്ളത് ഇവിടെ പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന്റെ ഇനി നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇനി വരുന്ന അധ്യായങ്ങളിൽ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം പല രാജ്യങ്ങളിൽ ഇങ്ങനെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി യാത്ര തിരിക്കുന്നുണ്ട്. ആ സമയത്ത് കലി എന്ന് പറയുന്ന വ്യക്തി ഒരു രാജാവിന്റെ വേഷം ധരിച്ച് ഒരു പശുവിനെ ഉപദ്രവിക്കുന്നു, കാളയെ ഉപദ്രവിക്കുന്നു ഒക്കെ കാണുന്നു. ആ സമയത്ത് പരീക്ഷിത് മഹാരാജാവ് കലിയെ പണിഷ്മെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. പ്രഭുപാദ് ഇതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൃഗങ്ങളെ പോലും സംരക്ഷിക്കണം എന്നുള്ള ഒരു പോയിന്റ് പ്രഭുപാദ് ഇവിടെ എടുത്തു പറയുന്നു. അവിടെ പശു എന്ന് പറയുന്നു, അവിടെ പശുവും ഭൂമിദേവിയും ധർമ്മരാജനുമാണ് അവിടെ പശുവിന്റെയും കാളയുടെയും വേഷത്തിൽ വരുന്നത്. അത് ശരിയാണ്. പക്ഷെ എന്നാലും പ്രഭുപാദ് ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൃഗങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം രാജാവിനുണ്ട് എന്നുള്ളത് ഇവിടെ എടുത്തു പറയുന്നു. പിന്നീട് വിവസ്വാനെ കുറിച്ച്, ഇക്ഷ്വാകുവിനെ കുറിച്ച് പറയുന്നു. 4.1 ശ്ലോകം ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ചൊല്ലിയിരുന്നു. അപ്പൊ ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വിവസ്വാൻ എന്ന് പറയുന്ന സൂര്യദേവൻ, അദ്ദേഹത്തിന്റെ പുത്രനാണ് ഇക്ഷ്വാകു എന്ന് പറയുന്നത്. വൈവസ്വത മനുവിന്റെ സമയത്താണ് ഇത് നടക്കുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇക്ഷ്വാകുവിന് എന്നുള്ളത് അല്ലെ. അദ്ദേഹം പ്രജാപതിയാണ്. പ്രജാപതി എന്ന് പറയുമ്പോൾ അതായത് പ്രജകളെ അല്ലെങ്കിൽ ഈ ക്രിയേഷൻ എന്ന് പറയുന്നത്, ഈ പോപ്പുലേഷൻ കൂട്ടുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് പ്രജാപതിമാർക്ക് ഉള്ളത്. അപ്പോൾ ഇക്ഷ്വാകു ആണെങ്കിലും വൈവസ്വത മനു ആണെങ്കിലും ഇവരൊക്കെ പ്രജാപതികളാണ്. വൈവസ്വത മനുവിനെ കുറിച്ചാണ്, വൈവസ്വത മനു പ്രത്യേകിച്ചും മനുക്കളെ നോക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് മക്കളുണ്ടാവും. ഇവിടെ വൈവസ്വത മനുവിന്റെ മകനാണ് ഇക്ഷ്വാകു. അപ്പൊ ഇക്ഷ്വാകുവിന്റെ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവും എന്നും ഇവിടെ പറയുന്നു. ഇനി ഇക്ഷ്വാകു ആരാണ് എന്നുള്ളത്, ഇക്ഷ്വാകു മഹാരാജാവിനെ കുറിച്ചും മനുവിനെ കുറിച്ചും പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു. അതേപോലെ ശ്രീരാമചന്ദ്ര ഭഗവാനെയും കുറിച്ച് പറയുന്നുണ്ട്. കുറച്ച് രാമായണത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രഭുപാദ് ഇവിടെ പറയുന്നു. നമ്മൾ അതിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല, എല്ലാവർക്കും വായിച്ചു നോക്കാവുന്നതാണ്. പ്രഭുപാദ് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുവാണ് ഇവിടെ ഈ ഒരു ഭാവാർത്ഥത്തിൽ. അത് പിന്നീട് വായിച്ചാൽ മതി. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം, 20ാമത്തെ ശ്ലോകം. ഏഷാ ദാതാ ശരണ്യശ്ച യഥാ ഹി ഔഷീനരാശിഭിഃ യശോ വിതനിതാ സ്വാനാം ദൗഷ്യന്തേരിവ യജ്വനാം. ഹരേ കൃഷ്ണ. പ്രഭു വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യേഷാ ദാതാ ശരണ്യശ്ച
യഥാ ഹൗഷീനരശിഭി യശോ വിതനിതാ സ്വാനാം നൗഷ്യന്തിരിവയത്തനാം. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. ഈ ശിശു ഉഷീനര ദേശത്തെ കീർത്തിമാനായ ശിബി മഹാരാജാവിനെ പോലെ ദാനം നൽകുന്നതിൽ അത്യുദാരനും അഭയം പ്രാപിച്ചവരുടെ സംരക്ഷകനുമായിരിക്കും. മാത്രവുമല്ല, ഇദ്ദേഹം ദുഷ്യന്ത മഹാരാജാവിന്റെ പുത്രനായ ഭരതനെ പോലെ തന്റെ വംശത്തിന്റെ നാമവും യശസ്സും വ്യാപിപ്പിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു രണ്ട് വ്യക്തികളെയാണ് ഗുണങ്ങളെയാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന്, ഷിബി മഹാരാജാവ്, ഉഷീനര എന്ന് പറയുന്ന കുലത്തിൽ വരുന്ന ഷിബി മഹാരാജാവിനെ പോലെ ദാനം കൊടുക്കുവാൻ, ചാരിറ്റി കൊടുക്കാനും, അതേപോലെ ആരാണോ ശരണം പ്രാപിക്കുന്നത് അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഷിബി മഹാരാജാവ് വളരെ ഫേമസ് ആണ്. ഷിബി മഹാരാജാവിന്റെ ആ ഗുണങ്ങളൊക്കെ പരീക്ഷത്തിനുണ്ടാവും എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഭരത മഹാരാജാവിനെ പോലെ, ഇവിടെ ഭരത മഹാരാജാവ് ദുഷ്യന്തന്റെ പുത്രൻ ഭരതനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തെ പോലെ പേരുകേട്ട അല്ലെങ്കിൽ ആ അവരുടെ കുലത്തിന്റെ പേര് കൂടുതൽ ശ്രേഷ്ഠമാവാൻ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാനുള്ള അത്രയും ആ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു രാജാവായിരിക്കും. ഭരതന്റെ ക്വാളിറ്റീസും ഉണ്ടാവും എന്ന് പറയുന്നു. ദുഷ്യന്തപുത്രൻ ഭരതനെ കുറിച്ചാണ് പറയുന്നത്. ശീല പ്രഭുപാദ് അതിനെ കുറിച്ച് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും വായിക്കുക, പിന്നീട് വായിച്ചാൽ മതി. അതേപോലെ ഷിബി മഹാരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ ഷിബി മഹാരാജ വളരെ ഫേമസ് ആണ്. നമ്മൾ ഈവൻ കുട്ടിക്കാലത്ത് ചിലപ്പോൾ അമർ ചിത്രകഥയിൽ പോലും ഷിബി മഹാരാജാവിന്റെ കഥ വരുന്നുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. വളരെ ഫേമസ് ആണ് ഷിബി മഹാരാജാവ്. ഉഷീനര ആ കുലത്തിൽ വരുന്നു. കേട്ടിട്ടുണ്ടാവും ഈ ഒരു സ്റ്റോറി. അതായത് ഇന്ദ്രനും അഗ്നിദേവനും, അഗ്നിയും വേഷം മാറി വരുന്നു. ഷിബി മഹാരാജാവിന്റെ ആ ഒരു ക്വാളിറ്റീസ് ലോകം മുഴുവനും അറിയിക്കുവാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത്. ആ പരീക്ഷണത്തിൽ ഷിബി മഹാരാജാവ് വിജയിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ ഒരു പരുന്തായിട്ടാണ് വരുന്നത്. അതേപോലെ അഗ്നി വരുന്നത് ഒരു പ്രാവായിട്ടും. ഇപ്പൊ പ്രാവിനെ വിഴുങ്ങാൻ വേണ്ടി പരുന്ത് വരുന്നു. പ്രാവ് പോയി ഷിബി മഹാരാജാവിന്റെ പാദങ്ങളിൽ അല്ലെങ്കിൽ സംരക്ഷണത്തിനായി ശരണം പ്രാപിക്കുന്നു. ഷിബി മഹാരാജാവ് പറയുന്നു, എന്താണ് നിന്റെ സംരക്ഷണം എന്റെ കയ്യിലാണുള്ളത്. കാര്യം നീ എന്നെ ഓൾറെഡി ശരണം പ്രാപിച്ചു, ഇനി ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് പരുന്ത് വന്ന് പറയുന്നു, ഇത് എന്റെ ഭക്ഷണമാണ്, അതിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല. ഷിബി മഹാരാജാവിനോട് പറയുന്നു. ഷിബി മഹാരാജ് പറയുന്നു, നിന്റെ ഭക്ഷണം ആയിരിക്കാം, പക്ഷേ എന്നെ ശരണം പ്രാപിച്ചു, ഇനി ആ പ്രാവിന്റെ സംരക്ഷണം എന്റെ കൈകളിലാണ്. ഒരു കാരണവശാലും നിനക്ക് ഞാൻ വിട്ടുതരില്ല ഈ പ്രാവിനെ എന്ന് പറയുന്നു ഷിബി മഹാരാജ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, അത് ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ, നിങ്ങളെ പോലെ, അതായത് പ്രാവിനെ പോലെ ഞാനും ഒരു പ്രജയാണ്, ഞാനും നിങ്ങളുടെ രാജ്യത്തുള്ളതാണ്. അപ്പൊ എന്റെ സംരക്ഷണവും എന്റെ പരിപാലനവും നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്റെ ഭക്ഷണമാണ്, എന്റെ ഭക്ഷണത്തിൽ മുടക്കം വരുത്തുന്നു, അതുകൊണ്ട് അങ്ങനെയായാൽ ശരിയാവില്ല, അപ്പൊ പക്ഷാഭേദം കാണിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഷിബി മഹാരാജ് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടത് ഞാൻ തരും. നിനക്ക് ഭക്ഷണമല്ലേ വേണ്ടത്, കഴിക്കാൻ വേണം, മാംസമാണ് വേണ്ടത്, അത് ഞാൻ തന്നിരിക്കും. പക്ഷെ ഈ പ്രാവിന്റെ മാംസമായിരിക്കില്ല, മറിച്ച് ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ മാംസം മുറിച്ച് നിനക്ക് തരാം. അപ്പോൾ അദ്ദേഹം പറയുന്നു, അപ്പോൾ പരുന്ത് പറയുന്നു, എത്രയാണോ ഈ പ്രാവിന്റെ ആ ഒരു വെയിറ്റ് എത്രമാത്രം വെയിറ്റ് ഉണ്ടോ അത് അത്രയും എനിക്ക് മാംസം വേണമെന്ന് പറയുന്നു. ഷിബി മഹാരാജാവ് അത് അംഗീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മാംസം അദ്ദേഹം മുറിക്കുന്നു. അപ്പോൾ പരുന്തിനെ ഒരു ത്ലാസിൽ വെക്കുന്നു. പ്രാവിനെ വെക്കുന്നു. അത്രയും വെയിറ്റ് ഇപ്പുറത്ത്
മാംസം മുറിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുടയിൽ നിന്നും മറ്റുള്ള ഭാഗത്തിൽ നിന്നൊക്കെ മുറിച്ച് വെക്കുന്നു. എത്ര മാംസം മുറിച്ച് വെച്ചിട്ടും ആ വെയിറ്റ് മാച്ച് ആവുന്നില്ല എപ്പോഴും. അതായത് ഇത് കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ മാംസം ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം ശരീരത്തിലെ എല്ലാ ഭാഗത്തിൽ നിന്നും മുറിക്കുന്നു. അവസാനം അദ്ദേഹത്തിന്റെ ഇനി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രാവിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സൊന്ന് നോക്കൂ. എത്രമാത്രം ഏതൊരു ലെവലിലേക്ക് അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? അദ്ദേഹം മരിച്ചാലും അദ്ദേഹത്തിന്റെ മരണവും അദ്ദേഹത്തിന് ഒരു വിഷയമല്ല. എന്നാൽ എന്നെ ശരണം പ്രാപിച്ചു, ഇതെന്റെ ഉത്തരവാദിത്തമാണ് സംരക്ഷിക്കുക എന്നുള്ളത്. വളരെയധികം. അപ്പോൾ ഇതെല്ലാം, ഈ ക്വാളിറ്റീസ് എല്ലാം ശരിക്കും സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്നതല്ല. ഷിബി മഹാരാജാവ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അങ്ങനെ അവസാനം ഷിബി മഹാരാജാവിന്റെ ശരീരം മുഴുവനും പരുന്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു. കാര്യം വെയിറ്റ് മാച്ച് ആവുന്നില്ല. നമുക്കറിയാം, ഇത് ദേവതമാര് വേഷം മാറി വരുന്നതാണ്. അതുകൊണ്ട് അവർ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അവസാനം അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഷിബി മഹാരാജാവിന്റെ ഈ ഒരു മെഗ്നാനിമിറ്റി, ഷിബി മഹാരാജാവിന്റെ മനസ്സ് മനസ്സിലാവുന്നു. ഇങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമോ? സ്വന്തം ശരീരം മുഴുവനും കൊടുക്കാൻ തയ്യാറാവുന്നു ഒരു പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി. ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യൻ പോലുമല്ല, ഒരു സാധാരണ ഒരു പ്രാവാണ്. പ്രാവും അതാണ് ഇങ്ങനെയുള്ള രാജാക്കന്മാര് മനുഷ്യരെയും പശുക്കളെയും അല്ലെങ്കിൽ മൃഗങ്ങളെയും, പ്രാവാണെങ്കിലും ഒരു ചെറിയൊരു ഉറുമ്പിനെ പോലും സംരക്ഷിക്കുന്ന കാര്യം, വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ള രാജാവാണ് ഷിബി മഹാരാജാവ്. ഷിബി മഹാരാജാവിന്റെ എല്ലാ ഗുണങ്ങളും ഇദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് പറയുന്നു. പരീക്ഷിത് മഹാരാജാവിന് ഉണ്ടാവുമെന്ന് പറയുന്നു. ഓക്കെ, ഇതെല്ലാം ഭാഗവതത്തിൽ ഇനി മുന്നോട്ടും നമ്മൾ കാണുന്നുണ്ട്. ഈ സ്റ്റോറി വരുന്നുണ്ട് ഭാഗവതത്തിന്റെ വേറെ സ്കന്ധങ്ങളിൽ. ഇനി ദുഷ്യന്ത പുത്രൻ ഭരതനെ കുറിച്ചും ഇവിടെ ഈ ഒരു ഭാവാർത്ഥത്തിൽ പ്രഭുപാദ്ജി പറയുന്നുണ്ട്. ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും പുത്രൻ ഭരതൻ, ആ ഭരതാണ്. അപ്പൊ പല ഭരത മഹാരാജവും ഉണ്ട് നമ്മുടെ പുരാണങ്ങളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഋഷഭദേവന്റെ പുത്രൻ ഭരത മഹാരാജാവുണ്ട്, ഇവിടെ ദുഷ്യന്തന്റെ പുത്രൻ ഭരത മഹാരാജാവുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും വേറെയും. അപ്പോൾ ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ 2 കമ്പാരിസൺ ആണ് ഇവിടെ, ഷിബി മഹാരാജാവായിട്ടും ഭരതനായിട്ടും. 19 ഇക്ഷ്വാകു ശ്രീരാമചന്ദ്രൻ, ഇവിടെ ഷിബി മഹാരാജാവും ഭരതനും. ഇനി 21ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ധന്വീനാം അഗ്രണീർ ഏഷ തുല്യശ്ചാർജുനയോർദ്വയോ ഹുതാശാ ഇവ ദുർധർഷഃ സമുദ്ര ഇവ ദുഷ്തരഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചെല്ലട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ധന്യനാമഗ്രണീരേക്ഷ തുല്യാർജുനയോർധയോ ഉദാശ ഇവ ദുർദർശ സമുദ്ര ഇവ ദുസ്തര. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭാതക്ക്. ഹരേ കൃഷ്ണ. ഈ ശിശു ശ്രേഷ്ഠരായ ധനുർധാരികളിൽ അർജുനന്മാർക്ക് തുല്യനും അഗ്നിയെപ്പോലെ അപ്രതിരോധ്യനും സമുദ്രത്തെ പോലെ ദുസ്തരനുമായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഇനി പറയുന്ന ക്വാളിറ്റീസ്, ഒന്ന് അർജുനനെ പോലെ ശസ്ത്ര വിദ്യകളിൽ നിപുണനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള വേറെ ആളില്ല. നമുക്കറിയാം അർജുനന്റെ ക്വാളിറ്റീസ് നമുക്ക് അറിയാവുന്നതാണ്. അർജുനനെ പോലെ ആയിരിക്കും എന്ന് പറയുന്നത്. അർജുനന്റെ അതേ കുലത്തിൽ വരുന്നതാണ്. അർജുനന്റെ എല്ലാ ക്വാളിറ്റീസും, അതായത് അസ്ത്രങ്ങൾ ഉപയോഗിക്കാനും ആയുധങ്ങൾ ഉപയോഗിക്കുവാനുമുള്ള ക്വാളിറ്റീസ് എല്ലാം, ഗുണങ്ങളെല്ലാം ഇദ്ദേഹത്തിന് പരീക്ഷത്തിന് ഉണ്ടാവുമെന്ന് പറയുന്നു. അതേപോലെ അഗ്നിയെ പോലെ, അഗ്നി ആർക്കെങ്കിലും ചെറുത്ത് നിർത്താൻ സാധിക്കുന്ന കാര്യമാണ്. അതായത് അഗ്നി എന്ന് പറയുന്നത് ആരെയും നോക്കുന്നില്ല. അത് കുട്ടിയാണെങ്കിലും മുതിർന്ന ഒരാളാണെങ്കിലും അഗ്നി ചെയ്യേണ്ടതായിട്ടുള്ള ജോലി ചെയ്യുന്നു, അല്ലെ? ഒരു കുട്ടി പോയി തൊട്ട് കഴിഞ്ഞാലും ഒരു മുതിർന്ന ഒരാൾ പോയി തൊട്ട് കഴിഞ്ഞാലും അത് മനുഷ്യനായാലും മൃഗമായാലും
അല്ലെങ്കിൽ ചെടിയായാലും എന്താണെങ്കിലും ആര് പോയി അഗ്നിയെ തൊടാൻ പോയാൽ പൊള്ളേണ്ടത് പൊള്ളിയിരിക്കും അല്ലെ? അവൾ ചെറുത്ത് നിർത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അഗ്നിയുടെ ആ ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. അതേപോലെയാണ് പരീക്ഷത്ത് മഹാരാജാവിന് എന്ന് പറയുന്നത്. പരീക്ഷത്ത് മഹാരാജാവിനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. അത്രയും ശക്തിയുള്ള, അത്രയും പ്രത്യേകത, ഒരു എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. അതേപോലെ സമുദ്രം എന്താണ്? നമുക്ക് മറികടക്കുക എന്ന് പറയുന്നത്, നീന്തി കടക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമാണോ? അല്ല, എളുപ്പമല്ല അല്ലെ? സാധാരണ നമ്മൾ പറയുമ്പോൾ സമുദ്രം അനന്തമായ, അതായത് വെള്ളം അതായത് എത്ര നല്ല നീന്താൻ അറിയുന്ന ഒരാൾക്കും സമുദ്രം നീന്തി കടക്കാൻ സാധിക്കുന്ന കാര്യമാണോ? അല്ല. അതേപോലെ ആയിരിക്കും പരീക്ഷത്ത് മഹാരാജാവ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് ആണ് ഇത് പറയുന്നത്. 2 ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഒന്ന്, അഗ്നിയെ പോലെ. എന്താണ് മലയാളത്തിൽ പറയുന്നത്? വാക്ക് എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഹരികൃഷ്ണ. ഉപമയാണോ പ്രഭു? കേൾക്കുന്നില്ല. ഉപമിക്കുന്നാണോ? ഉപമ ആ, ഒന്നിനോടൊന്ന് ഉപമിക്കുന്നേ. എന്താണ് അഗ്നിയുടെ പ്രത്യേകത? ചൂട്, പൊള്ളി, ശ്ലോക പൊള്ളും, തൊട്ട് ജയിപ്പിക്കുന്നത്. ദഹിപ്പിക്കും, പൊള്ളും. ദശഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുസ്തരഹ. സഹിക്കാൻ പറ്റാത്ത, തരണം ചെയ്യാൻ സാധ്യമല്ലാത്തത്, തരണം ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ. 2, ദുഷ്തരഹ. ശുദ്ധീകരിക്കാൻ. ഹരികൃഷ്ണ പ്രഭുജി, ശുദ്ധീകരിക്കാൻ. ശ്ലോകത്തിലെ വേർഡ് ടു വേർഡ് മീനിങ്ങിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രതിരോധ്യൻ, അപ്രതിരോധ്യൻ. തരണം ചെയ്യാൻ സാധ്യമല്ലാത്ത. തരണം ചെയ്യാൻ. അർത്ഥം എന്താണ്? ദുർധർഷ അപ്രതിരോധ്യൻ എന്ന ഇതിലെ കൊടുത്തിരിക്കുന്ന പ്രഭുജി. പ്രതിരോധിക്കാൻ പറ്റാത്തത്. പ്രതിരോധിക്കാൻ പറ്റാത്തത് അല്ലെ? അപ്പൊ ഒരു രാജാവാവുമ്പോൾ, ഒരു ക്ഷത്രിയനാവുമ്പോൾ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും? അതായത് പരീക്ഷത്ത് മഹാരാജാവിന്റെ എതിരെ ആരെങ്കിലും വരുവാണെങ്കിൽ പരീക്ഷത്ത് മഹാരാജാവിനെ കീഴടക്കാൻ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേപോലെ സമുദ്രം എന്താണ്? സമുദ്രം തന്നെ. കടക്കാൻ സാധിക്കില്ല, തടയാൻ സാധിക്കില്ല, തരണം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, യെസ്. അപ്പോൾ ആ ക്വാളിറ്റീസ് എല്ലാം പറയുന്നു പരീക്ഷത്തിനുണ്ടാവും എന്നുള്ളത്. പ്രഭുപാദി ഭാവാർത്ഥത്തിൽ അർജുനനെ കുറിച്ച് പറയുന്നുണ്ട്. അർജുനനെ നമുക്ക് എല്ലാവർക്കും കുറച്ച് അറിയാം. എന്നാൽ അർജുനന്റെ കുറെ കാര്യങ്ങൾ പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആക്ച്വലി ആദ്യം മുതൽ അവസാനം വരെ അർജുനന്റെ, അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ലീലയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. എല്ലാവരും പിന്നീട് വായിച്ചാൽ മതി. യെസ്, എന്താണ്? 22. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാൻ ഇവ തിതിക്ഷുർവാസുദേവാസോ സഹിഷ്ണു പിതരൗ ഇവ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കും. മൃഗേന്ദ്ര ഇവ മൃഗാന്തോ നിക്ഷേപ്യോ ഹിമവാനിവ തിതുഷുർവസുദേവാസൗ സഹിഷ്ണു പിതരാപിവ. വിവർത്തനം. ശ്രീല പ്രഭാതർ കി ജയ്. ഈ ശിശു സിംഹത്തെ ശക്തിമാനും ഹിമാലയ പർവ്വതത്തെ പോലെ അഭയപ്രദായകനും ഭൂമിയെ പോലെ സഹനശക്തി ഉള്ളവനും മാതാപിതാക്കളെ പോലെ സഹിഷ്ണുത ഉള്ളവനുമായിരിക്കും. ഇവിടെ 4 ഗുണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ശക്തിയുടെ കാര്യം ആണെങ്കിൽ മൃഗേന്ദ്ര, അതായത് മൃഗങ്ങളുടെ രാജാവാരാണ്? സിംഹമാണ്. സിംഹത്തെ പോലെ ശക്തി ഉണ്ടാവും, അല്ലെങ്കിൽ അത്രമാത്രം ശക്തിശാലിയാണ് ഇദ്ദേഹം, പരീക്ഷിത്ത് എന്ന് പറയുന്നു. അതേപോലെ ഹിമാലയ പർവ്വതങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്താ പറയുന്നത്? നിഷേവിയോ ഹിമവാൻ ഇവ. അഭയം. ഓക്കെ. കാരണം എന്താണ്? ഹിമാലയ
അല്ലെങ്കിൽ പർവ്വതങ്ങൾ ഹിമാലയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഒരുപാട് എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കുന്നു അല്ലെ. നമ്മൾ ഹിമാലയത്തെ കുറിച്ച് ഇവിടെ പറയുന്നു എന്താണ്, ശ്രീല പ്രഭുപാദ് ഭാവത്തിൽ പറയുന്നുണ്ട്. അതായത് അതായത് ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള, മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്നു. പഴങ്ങളാവട്ടെ, ഭക്ഷണമാവട്ടെ, വെള്ളമാവട്ടെ, മരുന്നുകളാവട്ടെ, അതായത് നമ്മുടെ പച്ചമരുന്നുകളാവട്ടെ, അതേപോലെ തന്നെ ധാതുക്കളാവട്ടെ, ഈവൻ മെറ്റൽ, അതായത് സ്വർണവും പോലുള്ള അങ്ങനെയുള്ള മെറ്റൽസും എല്ലാം കൊടുക്കുന്നു. ഇതെല്ലാം പർവ്വതങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇത് ദശമസ്കന്ധത്തിൽ ഗോവർദ്ധനത്തെ കുറിച്ച് പറയുമ്പോഴും അവിടെ പറയുന്നുണ്ട്. ഗോവർദ്ധനം ഹിമാലയവും ഒരു കമ്പാരിസൺ അല്ല. ഗോവർദ്ധനം എവിടെ കിടക്കുന്നു, എവിടെയാണുള്ളത്, ഹിമാലയം എവിടെയാണുള്ളത്. അവിടെ ആ ശ്ലോകത്തിൽ പറയുന്നു, ഹന്തായ മദ്രിരബല ഹരിദാസ വര്യോ യദ് രാമകൃഷ്ണചരണ സ്പർശ പ്രമോദ മാനം തനോതി സഹ ഗോ ഗണയോസ്തയോര്യത് പാനീയസൂയവസ കന്ദര കന്ദമൂലൈഹി. അവിടെ ഗോവർദ്ധനത്തെ കുറിച്ച് പറയുമ്പോഴും ഗോപികമാര് പറയുന്നു വേണുഗീതത്തിൽ, അതായത് കന്ദമൂലൈ, അതായത് പഴങ്ങളും അതേപോലെ ഒരുപാട് പഴങ്ങൾ, വേണ്ടതായിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, അതേപോലെ വേര് അതായത് മണ്ണിന്റെ അടിയിൽ വളരുന്ന പച്ചക്കറികളാവട്ടെ, അതേപോലെ ഒരുപാട് മനോഹരമായിട്ടുള്ള കേവ്, അതായത് മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗോവർദ്ധനത്തിൽ. കൃഷ്ണനും കൂട്ടുകാർക്കും കളിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗുഹകളും, അതേപോലെ തന്നെ പല ലീലകളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. ഗോവർദ്ധനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഗോവർദ്ധനം കൊടുക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല. മൃഗങ്ങൾ, അതായത് പശുക്കൾക്ക് കഴിക്കാനുള്ള പുല്ല്, അവിടെയുള്ള വൃന്ദാവനത്തിലെ ബ്രജവാസികൾക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം, അതേപോലെ വളരെ ശുദ്ധമായിട്ടുള്ള അമൃത് പോലുള്ള വെള്ളം കൊടുക്കുന്നു. കുടിക്കാനുള്ള വെള്ളം, കുടിക്കുവാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായിട്ടുള്ള വെള്ളം കൊടുക്കുന്നു. അതേപോലെ കളിക്കുവാൻ, കൃഷ്ണനും കൂട്ടുകാർക്കും കളിക്കുവാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗോവർദ്ധനത്തിൽ. കൃഷ്ണനും ഗോപികമാർക്കും അവരുടെ ലീലകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് ഗുഹകളും മറ്റുള്ള സ്ഥലങ്ങളും അവിടെയുണ്ട്. ഗോവർദ്ധനം കൊടുക്കാത്തതായിട്ടുള്ള, ഗോവർദ്ധനം എല്ലാം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഗോവർദ്ധന പൂജ ചെയ്യാൻ വേണ്ടി കൃഷ്ണൻ പറയുന്നത് നന്ദ മഹാരാജനോട്. ഇന്ദ്രപൂജ ചെയ്യേണ്ട ആവശ്യമില്ല, ഗോവർദ്ധനമാണ് നമുക്കെല്ലാം തരുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ അതായത് ശരണം ഇവിടെ പറയുന്നു, നിഷേവിയോ ഹിമവാൻ ഇവ എന്ന് പറയുമ്പോൾ, അതായത് ഈ ഹിമാലയത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ എല്ലാം ഹിമാലയം കൊടുക്കുന്നു അല്ലെ. ഹിമാലയത്തിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ പർവ്വതങ്ങൾ കൊടുക്കാത്തതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, എല്ലാം കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗോവർദ്ധനത്തെ കുറിച്ച് പറയുമ്പോൾ ഗോവർദ്ധനത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗോവർദ്ധനം എല്ലാമാണ്. ഭഗവാനും ഭഗവാന്റെ ഭക്തനും രണ്ട് ഭാവത്തിലും ഗോവർദ്ധന പർവ്വതം വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഭാവത്തിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഹിമാലയം ഓർക്കുമ്പോൾ, ഹിമാലയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗോവർദ്ധനത്തെ ഓർത്തു എന്ന് മാത്രം. അതേപോലെ ഇവിടെ പറയുന്നു, ശക്തിയുടെ കാര്യത്തിൽ സിംഹത്തെ പോലെയാണ്. ഇപ്പൊ സിംഹം ശക്തി മാത്രമല്ല, അതായത് ശക്തിയുണ്ട് എല്ലാ മൃഗങ്ങൾക്കും. ആനയ്ക്കടക്കം, ആന പോലുള്ള വലിയ മൃഗങ്ങൾക്ക് പോലും പേടിയാണ് സിംഹത്തെ. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. മൃഗങ്ങൾ എല്ലാം ഓടിപ്പോകുന്നു സിംഹത്തിന്റെ ഒരു ഗർജനം കേൾക്കുമ്പോൾ. സാധാരണ പറയുന്നത്, സിംഹം സാധാരണ ഒരു ഗുഹ, സ്വന്തമായിട്ട് ഒരു ഗുഹ ഉണ്ടാവില്ല. സിംഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മറ്റുള്ള മൃഗങ്ങൾ ഓൾറെഡി അവരുടെ ഗുഹയിൽ പോയി ഈ സിംഹം പ്രവേശിക്കുന്നു, അവിടെയുള്ളവരെ ഓടിപ്പിക്കുന്നു. ഇതാണ് സാധാരണ സിംഹം ചെയ്യുന്നത്. അവിടെ പോയി ഗർജിക്കുന്നു, അവിടെയുള്ള മൃഗങ്ങൾ ഓടിപ്പോകുന്നു. അതാണ് സിംഹം. അതായത് അത്രയും പവർഫുൾ ആണ് അദ്ദേഹത്തിന്റെ. സിംഹത്തിന്റെ ശബ്ദം തന്നെ കേൾക്കുമ്പോൾ എല്ലാവരും പേടിക്കുന്നു. മാത്രമല്ല ശക്തി, സിംഹം
ഒന്ന് ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചെറുത്ത് നിൽക്കാൻ സാധിക്കില്ല. അത് ആന പോലും പേടിക്കുന്നു. ആനയെപ്പോലെ ഇത്രയും വലിയ ശരീരമുള്ള ആനയ്ക്ക് പോലും സിംഹത്തിന് മുമ്പിൽ ആ ഒരു ഫൈറ്റ് വരുവാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ശക്തി, അത്രമാത്രം ശക്തിയുണ്ട്. സിംഹത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് ഗൗരസിംഹത്തെ കുറിച്ചാണ്. നരസിംഹത്തെ കുറിച്ചും ഓർമ്മ വരുന്നു, നരസിംഹദേവനെ കുറിച്ചും ഓർമ്മ വരുന്നു. അതേപോലെ തന്നെ നരസിംഹദേവൻ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നു, അല്ലെ? ഇത്രയും ശക്തിശാലിയായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം ഹിരണ്യകശിപുവിനെ കുറിച്ച്, അദ്ദേഹം ഒരുപാട് ശക്തിയുള്ള ഒരു, തീർച്ചയായിട്ടും ഒരു അസുരൻ തന്നെയാണ്. അതായത് അതേപോലുള്ള ഒരു വേറെ അസുരന്മാരെ ഇല്ലായിരുന്നു. ദേവതമാരെ പോലും പേടിച്ചിരിക്കുന്ന, അദ്ദേഹത്തിന് മുമ്പിൽ പേടിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ നരഹരി വന്ന് അദ്ദേഹത്തെ അവസാനിപ്പിക്കുന്നു. അതേപോലെ ഗൗരഹരി ചെയ്യുന്നത് എന്താണ്? ഗൗരഹരി, ശ്രീ ചൈതന്യ മഹാപ്രഭു ഗൗരഹരി ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ സിംഹത്തെ പോലെ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹം വരുന്ന ഗുഹ ഏതാണ്? നമ്മുടെ ഹൃദയമാവുന്ന ഗുഹയാണ്. നമ്മുടെ ഹൃദയമാകുന്ന ഗുഹയിൽ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്, മറ്റുള്ള മൃഗങ്ങൾ ഇരിക്കുന്നുണ്ട്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ എന്ന് പറയുന്ന അനർത്ഥങ്ങൾ. ഈ അനർത്ഥങ്ങളൊക്കെ വന്യമൃഗങ്ങളാണ്. ഗൗരസിംഹം ചൈതന്യ മഹാപ്രഭു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഗർജിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ആ ഗർജനം, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം കീർത്തനം ചെയ്യുമ്പോൾ, നാമം അദ്ദേഹം ഉറക്കെ ഉറക്കെ ചൊല്ലുമ്പോൾ അവിടെയുള്ള അനർത്ഥങ്ങൾ പോകുന്നു. ആക്ച്വലി മഹാപ്രഭു ആണ് നമുക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രം തന്നിട്ടുള്ളത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഹൃദയത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത്, അതിന്റെ അർത്ഥം ഹരേകൃഷ്ണ മഹാമന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയുള്ള മറ്റുള്ള വന്യമൃഗങ്ങളെല്ലാം ഓടിപ്പോകുന്നു. രാജാവിനെ പോലെ അത്രമാത്രം ശക്തിയാണ് ഉള്ളത് ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്. അതാണ് ഇതിൽ നിന്ന് നമുക്ക് ഓർക്കാവുന്ന ഒരു സൈഡ് പോയിന്റ്. അതേപോലെ മൂന്നാമത്തെ കമ്പാരിസൺ എന്താണെന്ന് വെച്ചാൽ, സഹിഷ്ണുതയുടെ കാര്യം പറയുവാണെങ്കിൽ ഭൂമിയെ പോലെ ആ ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറയുന്നു. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭഗവാൻ, അല്ലെ? എന്താണ് പറയുന്നത്? മാത്രാ സ്പർശാസ്തു കൗന്ദയ ശീതോഷ്ണ സുഖദുഃഖത അഗമ പായനോ അനിത്യാസ് താം തിതിക്ഷസ്വ ഭാരത. അവിടെ പറയുന്നുണ്ട്, അതായത് സഹിഷ്ണുതയെ കുറിച്ച്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഭൂമിയെക്കുറിച്ചും അതേപോലെ മാതാപിതാക്കളെ കുറിച്ചും. മാതാപിതാക്കൾക്കുണ്ടാവുന്ന ടോളറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് സഹിഷ്ണുത, അവര് കുട്ടികൾ എന്ത് കുറുമ്പ് കാണിച്ചാലും അവര് സഹിക്കുന്നു. അപ്പോൾ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ടോളറൻസ് ഉണ്ടാവും, അല്ലെ? സാധാരണഗതിയിൽ മാതാപിതാക്കൾ കുട്ടികളെ റിജക്ട് ചെയ്യുന്നത് കാണില്ല. ഈവൻ എത്ര തലതിരിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒരു സ്നേഹം ഉണ്ടാവും കുട്ടിയോട്, മകനോടോ മകളോടോ. എത്ര തലതിരിഞ്ഞിട്ടുള്ളതാണെങ്കിലും, ഈവൻ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പോലും ആ ഒരു അവര് സഹിക്കുന്നു. അത് സാധാരണഗതിയിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ മാറുന്നുണ്ടാവും, എന്നാലും സാധാരണഗതിയിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ സഹിഷ്ണുതയായിട്ട് ഇവിടെ കമ്പാരിസൺ തരുന്നത്. സഹിഷ്ണു പിതരൗ ഇവ. അതുപോലെ തിതിക്ഷൂർ വസുദേവാസു. ഈ വസുധ എന്ന് പറയുന്നത് ഭൂമി. അതായത് എന്തൊക്കെ നടക്കുന്നു ഈ ഭൂമിയിൽ, ഒരുപാട് അസുരന്മാര്. ഇന്നത്തെ കാലത്ത് ഒന്നും രണ്ടും അസുരന്മാരല്ല. പണ്ട് നമ്മൾ പറയുമ്പോൾ മറ്റുള്ള യുഗങ്ങളിൽ ഹിരണ്യകശപു, ഹിരണ്യാക്ഷൻ, അങ്ങനെ കുറച്ചു പേരേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് അസുരന്മാരേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും. കാര്യം ഒരുപാട് മോശമായിട്ടുള്ള ഗുണങ്ങളുള്ള ആളുകളാണ്, അനർത്ഥങ്ങളുള്ള ആളുകളാണ്. അതായത് കാമക്രോധ, ലോപമോഹ, മത, മാത്സര്യം, ഈ പറയുന്ന മോശമായിട്ടുള്ള എല്ലാവിധ ക്വാളിറ്റീസ് ഉള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ കൂടുമ്പോൾ ഭൂമിക്ക് ഭാരമാണ്. അതാണ് പറയുന്നത്. വസുധ, ഭൂമിദേവി ഒരുപാട് സഹിക്കുന്നുണ്ട് ഈ നമ്മളെ പോലുള്ള ആളുകളെ, അല്ലെങ്കിൽ ദുഷ്ടന്മാര്. പല ആളുകളും ശാസ്ത്രങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നില്ല, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു, ശാസ്ത്രവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഭൂമിയെ ചൂഷണം ചെയ്യുന്നു,
അനാവശ്യമായിട്ട് ഒരുപാട് മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നു നാവിന്റെ രുചിക്കായി. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്നാൽ ഭൂമിദേവി ഇതെല്ലാം സഹിക്കുന്നു. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയും ഇവിടെ പറയുന്നു. ഭൂമിയുടെയും അതേപോലെ മാതാപിതാക്കളുടെയും ആ ടോളറൻസ്, ആ ക്വാളിറ്റി എല്ലാം പരീക്ഷിത് മഹാരാജാവ് ഉണ്ടാവും എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ശ്ലോകം 23 കൂടെ നമുക്ക് നോക്കാം. പിതാമഹ സമാസമ്യേ പ്രസാദേ ഗിരിശോപമഃ ആശ്രയാ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പിതാമഹ സമാസാമ്യേ പ്രസാദേ ഗിരീശോപമ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രാമാശ്രയ. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഈ ശിശു തന്റെ പിതാമഹൻ യുധിഷ്ഠിരനെ അല്ലെങ്കിൽ ബ്രഹ്മദേവനെ പോലെ സമചിത്തതയുള്ളവനും കൈലാസനാഥനായ ശിവനെ പോലെ അത്യുദാരനും ഐശ്വര്യദേവതയുടെ പോലും അഭയസ്ഥാനമായ പരമദിവ്യോത്തമ പുരുഷൻ നാരായണനെ പോലെ ഏവരുടെയും ആശ്രയവുമായിരിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു പിതാമഹ സാമ്യേ, അതായത് ആ സമത്വം, എല്ലാവരെയും ഒരേപോലെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ദ്വന്ദ്ങ്ങൾക്ക് അതീതമായിട്ടുള്ള ആ ഒരു വീക്ഷണം യുധിഷ്ഠിര മഹാരാജാവിന് അജാത ശത്രു, അദ്ദേഹത്തിന് ശത്രുക്കളില്ല എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ രണ്ടഭിപ്രായമാണ്. ശ്രീധർ സ്വാമി പറയുന്നു ഇവിടെ ബ്രഹ്മ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ പിതാമഹൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിനെയാണെന്ന് പറയുന്നു. എന്നാൽ ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു യുധിഷ്ഠിര മഹാരാജാവാണെന്ന്. രണ്ടാണെങ്കിലും കുഴപ്പമില്ല, അത് അഭിപ്രായ വ്യത്യാസമല്ല, അവരുടെ ഉള്ളിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്. ബ്രഹ്മാവനും അതേപോലെ മഹാരാജ് യുധിഷ്ഠിരർ രണ്ടുപേരും ഇവിടെ പറയാൻ പറ്റുന്ന നല്ല ഉദാഹരണങ്ങളാണ്, സംശയമല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രഭുപാദ് എന്ത് ചെയ്യുന്നു? പ്രഭുപാദ് അതുകൊണ്ട് ട്രാൻസ്ലേഷനിൽ അദ്ദേഹം പിതാമഹ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെയും എഴുതുന്നുണ്ട്, ബ്രഹ്മാവിന്റെ കാര്യം യുധിഷ്ഠിര മഹാരാജാവ് രണ്ടും പറയുന്നുണ്ട്. അത് ആചാര്യന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ആണ് പറയുന്നത്. പിന്നീട് പ്രഭുപാദ് ഇവിടെ ശ്ലോകത്തിൽ ഭാവാർത്ഥത്തിൽ, അപ്പൊ ബ്രഹ്മാവിനെ കുറിച്ച് പറയുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ചും പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഉടനെ തന്നെ വൃന്ദാവനം ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു ബ്രഹ്മാവിനെ ഗോപികമാര് അതായത് ശപിക്കുന്നു, അല്ലെങ്കിൽ ചീത്ത പറയുന്നു. ശപിക്കുക എന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നു. അതായത് എങ്ങനെയുള്ള ഒരു, അതായത് അങ്ങയുടെ സൃഷ്ടി ശരിയല്ല, അങ്ങക്ക് സൃഷ്ടി ചെയ്യാൻ അറിയില്ല. കാരണം ഈ കണ്ണുകൾക്ക് മിണ്ട തന്നിട്ടുണ്ട്, അതുകൊണ്ട് കണ്ണുകൾ മാത്രമല്ല, കണ്ണുകൾ ഇങ്ങനെ അടയുന്നു. ഇത് പ്രശ്നമാണ്. അടയുമ്പോൾ ആ ഭഗവാനെ കാണാനുള്ള അത്രയും സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. യുഗായുധം നിമിഷേന ചക്ഷുഷ പ്രാവർഷായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹനമേ. ഈ കണ്ണിന്റെ ഈ ലിഡ് അല്ലെങ്കിൽ ഇത് ആവശ്യമില്ല. കണ്ണെപ്പോഴും തുറന്നിരിക്കണം, അതേപോലെ അടയാൻ പാടില്ല. അങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ സൃഷ്ടി ശരിയല്ല. ഭഗവാനെ കൃഷ്ണനെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ കണ്ണുകൾ. എന്നാൽ ഈ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അങ്ങേക്ക് സൃഷ്ടി അറിയില്ല എന്ന് പറയുന്നു. ഇപ്പൊ പ്രഭുപാദ് ആക്ച്വലി ബ്രഹ്മാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ആ പരിശുദ്ധമായിട്ടുള്ള സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹത്തെ ഓർക്കുന്നു അദ്ദേഹം. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നത് ഗോപികമാരുടെ ആ ഒരു ക്രിറ്റിസിസം ആക്ച്വലി ബ്രഹ്മാവ്, ഇത് ക്രിറ്റിസിസം അല്ല ആക്ച്വലി, ബൈ ദ വേ. അത് ആക്ച്വലി ബ്രഹ്മാവിനെ ഗോപികമാരുടെ ഒരു പൊസിഷൻ അങ്ങനെയാണ്. ബ്രഹ്മാവ് അത് ഒരു ക്രിറ്റിസിസം ആയിട്ട് എടുക്കുന്നുമില്ല. നമുക്കറിയാം ബ്രഹ്മാവിന്റെ ബ്രഹ്മാജി സ്തുതിക്കുന്നുണ്ട് 14-ാമത്തെ അധ്യായത്തിൽ, ദശമസ്കന്ധത്തിൽ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അതിമനോഹരമാണ്. വൃന്ദാവനത്തിലെ അതായത് ഗോപികമാര് കാൽ വെക്കുന്ന ഒരു ചെടിയാവാൻ, അല്ലെങ്കിൽ
ചെറിയൊരു പുല്ലായി വളരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണോ ഉദ്ധവർ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ. അതാണ് ഗോപികമാരുടെ പൊസിഷൻ. ഇപ്പൊ പ്രഭുപാദ് ഇവിടെ ബ്രഹ്മാജിയെ കുറിച്ച് പറയുന്നു. അതേപോലെ മഹാരാജ് യുധിഷ്ഠിരനും മഹാരാജാവിന്റെ ക്വാളിറ്റീസും രണ്ടുപേരുടെ കാര്യം നമുക്കറിയാം. അജാത ശത്രു, അവരെ എല്ലാവരെയും ഒരേപോലെ കാണുന്നു. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് മഹാദേവനാണ്, ശിവനെ കുറിച്ചാണ്. ഭഗവാൻ ശിവനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അശ്വതോഷ്, അദ്ദേഹം ക്ഷിപ്രപ്രസാദിയാണ്. എല്ലാവർക്കും വേണ്ടതെല്ലാം അദ്ദേഹത്തെ ആശ്രയിക്കുമ്പോൾ അദ്ദേഹത്തെ ആരാണ് ശരണം പ്രാപിക്കുന്നത് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു. മാത്രമല്ല ദേവതമാർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യുന്നത് മഹാദേവനാണ്. മഹാദേവന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ദേവതമാരുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ സമുദ്രമന്ഥനം ലീല നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആ സമയത്ത് ആ വിഷം വരുന്ന സമയത്ത് ആരുമില്ലായിരുന്നു. എന്നാൽ വിഷ്ണു പറയുന്നു, ശിവന്റെ അടുത്ത് പറയുന്നു, മഹാദേവൻ അതൊരു സേവനമായി എടുക്കുന്നു. അതേപോലെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മഹാദേവന്റെ സ്ഥാനം തീർച്ചയായിട്ടും വലിയൊരു സ്ഥാനം തന്നെയാണ്. ഇവിടെ പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നു. മാത്രമല്ല വൃക്കാസുരൻ പോലുള്ള മറ്റുള്ള ഒരുപാട് അസുരന്മാര്, രാവണൻ, ഇങ്ങനെയുള്ളവര് ശിവനെയാണ് ആരാധിച്ചിരുന്നത്, ഭഗവാൻ ശിവനെയാണ്. അവരെല്ലാവരും പക്ഷേ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നു. പക്ഷെ ഭഗവാൻ ശിവനിൽ നിന്ന് എന്തെങ്കിലും വരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ വരം ഉപയോഗിച്ച് ശിവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്നു. അതാണ് അവരുടെ അവസ്ഥ. കാര്യം ഭഗവാൻ ശിവൻ അത് അങ്ങനെ അവരിനി തിരിച്ചെന്തെങ്കിലും എന്നെ ചെയ്യുമോ, അല്ലെങ്കിൽ ആ വരങ്ങളൊക്കെ തിരിച്ചെന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുമോ എന്നുള്ളതൊന്നും നോക്കുന്നില്ല. അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ വരങ്ങൾ കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു മാഗ്നാനിമിറ്റിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാവരോടും സ്നേഹമാണുള്ളത് അദ്ദേഹത്തിന്. പിന്നീട് മൂന്നാമത്തെ കമ്പാരിസൺ എന്താണ്? നാരായണനായിട്ടാണ്. ഭഗവാൻ നാരായണൻ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയ, അതായത് പരമദൈവോത്തമ പുരുഷൻ ഭഗവാന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ശ്രീമൻ നാരായണൻ എല്ലാവരുടെയും ആശ്രയം. ഈവൻ രമാദേവി ഇല്ലേ, അതായത് ലക്ഷ്മി ദേവിയുടെയും ആശ്രയമാണ്. എല്ലാവരുടെയും ആശ്രയമാണ്. ഓരോ മനുഷ്യരുടെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ദേവതമാരുടെയും ലക്ഷ്മി ദേവിയുടെയും എല്ലാവരുടെയും, അതായത് ഫൈനൽ ആശ്രയം അദ്ദേഹമാണ്. അതിനപ്പുറത്ത് ആരുമില്ല. അതേപോലെ ആയിരിക്കും പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പറയുന്നു. എല്ലാവരെയും അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യുന്നു. ആരാണോ അദ്ദേഹത്തെ ആശ്രയിക്കുന്നത് അവരുടെ സംരക്ഷണം പൂർണ്ണമായിട്ടും പരീക്ഷിത്ത് മഹാരാജാവ് എടുക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. ഓക്കെ, ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ പഠിക്കാം. 24-ാമത്തെ ശ്ലോകം, 24-ഉം 25-ഉം ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. നമുക്കത് ഇനി എന്തായാലും സമയമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु शिला प्रभुपाद की जय, समवेत गौर भक्त वृंद की जय, निताय गौर प्रेमानंदे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. थैंक यू. ഹരേ കൃഷ്ണ. വലിയ സംശയം ഹരേ കൃഷ്ണ. സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രഭുജിയുടെ ആദരപൂർവ്വം. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, നമ്മള് ജീവാത്മാക്കള്, അതായത് മനുഷ്യരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മറ്റുള്ളവരെ ദുഃഖിക്കും, അതുപോലെ വേറൊരു ശരീരം എടുക്കാൻ കുറെ സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഈ മൃഗങ്ങളോ, അതായത് ഇങ്ങനെ പട്ടി, പൂച്ച അങ്ങനെയുള്ളത് ജീവക്കല്ലേ, അവര് അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ശരീരം കിട്ടുമോ? അവരുടെ കർമ്മം അനുസരിച്ച് എന്താണ് അവരുടെ കർമ്മത്തിലുള്ളത് അതനുസരിച്ചിട്ടാണ് നടക്കുന്നത്. കാര്യം ഏത് ശരീരമാണെങ്കിലും ശരീരം താൽക്കാലികമാണ് അല്ലെ. ഇപ്പൊ മനുഷ്യ ശരീരം ആണെങ്കിലും മൃഗങ്ങളുടെ ശരീരമാണെങ്കിലും എല്ലാം താൽക്കാലികമാണ്, ടെമ്പററി ആയിട്ടുള്ള ശരീരങ്ങളാണ്. അവരുടെ കർമ്മ ബാഗേജിൽ ഇനി എന്താണ് ബാക്കിയുള്ളതെന്ന് അറിയില്ല. അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഉടനെ ശരീരം കിട്ടുമോ,
അതോ ഇനി അതിന് മൃഗം, നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും അടുത്തത് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതായത് അതിനുള്ള എന്തെങ്കിലും അവർക്ക് സുകൃതി ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനുഷ്യ ശരീരം വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈവൻ കാര്യം പ്രസാദം, ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നു, ഇപ്പോൾ ജഗന്നാഥന്റെ പ്രസാദം കഴിക്കുകയാണ് മൃഗങ്ങളിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയ തലത്തിലുള്ള സ്പിരിച്വൽ ക്രെഡിറ്റ്സ് അവർക്ക് കിട്ടുന്നു. മനുഷ്യ ശരീരം പോലും ചിലപ്പോൾ നേരിട്ട് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഇതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് എപ്പോൾ നടക്കുന്നു, എത്ര സമയം എടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങനെ നിർവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇനി കാണാം, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃപാ സിന്ധുപേവജ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेकोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ की हरे कृष्ण महामंत्र की श्रील प्रभुपाद की जय, श्री अनंत स्वामी की जय. हरे कृष्ण. Thank you, Prabhuji. Hare Krishna. Hare Krishna. Hare Krishna.